Hello my dear students, welcome to Geotechnical Engineering 2 class. ഇന്ന് ചാപ്റ്റർ 3.4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി, ഷാലോ ഫൗണ്ടേഷൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി, അതുപോലെ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി വരാൻ പോകുന്നത് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ട് സെറ്റിൽമെൻറ്റ് എന്നുള്ള ഒരു കാര്യമാണ്. അതിൽ തന്നെ ടോട്ടൽ സെറ്റിൽമെൻറ്റ്, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്താണ്, അതിനെക്കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യണം. ശേഷം എന്തൊക്കെ കോസസാണ് ഇതുണ്ടാവാൻ, സെറ്റിൽമെൻറ്റ് ഉണ്ടാവാനുള്ള കോസസ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഇത്രയും ടോപ്പിക്സാണ് ഈ ചാപ്റ്റർ 3.4 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി എന്താണ് സെറ്റിൽമെൻറ്റ്? സെറ്റിൽമെൻറ്റ് ഈസ് ദ ടോട്ടൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഒക്കർ അറ്റ് ഫൗണ്ടേഷൻ ലെവൽ. നമ്മളുടെ സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ ലെവലിൽ അതിനുണ്ടാകുന്ന ഒരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്. സോ നമ്മൾ ഇപ്പം സോയിൽ എക്സ്കവേറ്റ് ഒക്കെ ചെയ്ത് നമ്മളവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങി ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് സംഭവിക്കുന്നു, ഈ ഫൗണ്ടേഷൻ്റെ ലെവലിൽ നിന്നുള്ള ആ ഒരു ലോഡിങ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ സോയിൽ എന്ത് ചെയ്യും, അണ്ടർലൈൻ സോയിലിന് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് കൺസോൾട്ടേഷൻ പോലെ ഒന്ന് അതിനൊരു വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകും. അപ്പം വളരെ ചെറിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ അളവിലുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റും കാര്യങ്ങളും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടും അതിന് സെറ്റിൽമെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാലാണ് അവിടെയാണ് നമ്മൾ ഫെയിലിയർ വരുന്നത്, അല്ലെങ്കിൽ ക്രാക്സ് എല്ലാം ഫോം ചെയ്യും ബിൽഡിങ്ങിൽ. ഓക്കെ, സൂപ്പർ സ്ട്രക്ചറും കൂടെ ഒക്കെ വരുമ്പോൾ ഒരുപാട് ലോഡായിരിക്കുമല്ലോ വരിക. സോ അതാണ് സെറ്റിൽമെൻറ്റിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റും ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ സെറ്റിൽമെൻറ്റും ഉണ്ട്. ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൺഈവൻ ഫൗണ്ടേഷൻ സെറ്റിൽമെൻറ്റാണ്. അതായത് ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ ഫൗണ്ടേഷൻ ത്രൂ ഔട്ട് ദ ഫൗണ്ടേഷൻ്റെ ഓരോ പാർട്ടിലും എമൗണ്ട് ഓഫ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഓരോ പാർട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചത് ഡിഫറെൻറ്റ് എമൗണ്ടിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അത് അതിൽ ഒരുപാട് ക്രാക്സ് എല്ലാം ഫോം ചെയ്യും. ഓക്കെ, അപ്പം അത് ഒരു യൂണിഫോം ആയിട്ടല്ല അത് സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്നത്. ഓരോ ഭാഗത്തും ഡിഫറെൻറ്റ് എമൗണ്ടിൽ സെറ്റിൽമെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു ടിൽറ്റിംഗ് പോലെ അങ്ങനെ രീതിയിലാണ് സെറ്റിൽമെൻറ്റ് വരുന്നത്. അത് വളരെ അതൊരു ഫെയിലിയറിലേക്ക് പോകുന്നൊരു സംഭവമാണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് യൂണിഫോമായിട്ട് സിങ്ക് ചെയ്യുക, അതായത് യൂണിഫോം സിങ്കിങ് ഓഫ് ദ സ്ട്രക്ചറിന് മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ഒരേ അളവിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വരുമ്പോഴാണ് ടോട്ടൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ യൂണിഫോം സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതിപ്പം ഫസ്റ്റ് കാണിച്ച ഫിഗർ നോക്കൂ, ബിൽഡിംഗ് ബിഫോർ സെറ്റിൽമെൻറ്റ്. ഇപ്പം നമ്മളതിലൊരു അതിൻ്റെ ഒരു സ്ട്രക്ചർ കാണിച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറാണ്, കോളം ബീമൊക്കെ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പം ഇത് സെറ്റിൽമെൻറ്റിന് മുന്നേ ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണെന്ന് നോക്കാം. ഇനി അതിന് യൂണിഫോം സെറ്റിൽമെൻറ്റ് ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചു നോക്കൂ, അതെല്ലാം കൂടെ ഒരേപോലെ ബിൽഡിങ്ങിന് ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ, ബിൽഡിങ്ങിന് പ്രത്യേകിച്ച് ഒരു വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല കാഴ്ചയിൽ. അത് നേരെ താഴോട്ടേക്ക് ചെറിയൊരു അളവിൽ ജസ്റ്റ് ഒന്ന് സിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി അതേസമയം ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ, ആ ഡിസ്റ്റോഷൻ സംഭവിച്ചു അല്ലേ, ബിൽഡിങ്ങിന് തന്നെ ഡിസ്റ്റോഷൻസ് സംഭവിച്ചിട്ടുണ്ട്. കാരണം എല്ലായിടത്തും ഒരേ അളവിലല്ല അവിടെ സെറ്റിൽമെൻറ്റ് സംഭവിച്ചത്. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ്. ഇനി ഈ ടോട്ടൽ സെറ്റിൽമെൻറ്റിൻ്റെയും ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിൻ്റെയും നമ്മുടെ വേൾഡിൽ ഉണ്ടായിട്ടുള്ള രണ്ട് എക്സാമ്പിൾസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാവുന്നതേ ഉള്ളൂ. ഒരു ക്ലാസിക് അല്ലെങ്കിൽ ഡ്രാസ്റ്റിക് എക്സാമ്പിൾ ഓഫ് ടോട്ടൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് പാലാഷ്യോ ഡി ബെല്ലാസ് ആർട്സ്, അതായത് പാലസ് ഓഫ് ഫൈൻ ആർട്സ് കൾച്ചറൽ സെൻറ്റർ ഇൻ മെക്സിക്കോ സിറ്റി. മെക്സിക്കോ സിറ്റിയിലുള്ള ഈ ഒരു ബിൽഡിംഗ് പ്രശസ്തമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്, കൾച്ചറൽ സെൻറ്ററാണ്. ഈ ഒരു ബിൽഡിങ് ഏർലി 20th സെഞ്ച്വറിയിലായിരുന്നു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം. ഇത് സംഭവിച്ചത് അതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സമയത്ത് ഒരു 15 feet, അതായത് 4.6 meters ഇത് യൂണിഫോമായിട്ട് എന്താ പറയുക, ഫൗണ്ടേഷൻ ലെവലിൽ നിന്നും യൂണിഫോംലി അതെന്ത് ചെയ്തു, സിങ്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് ഫിഗർ, ബിൽഡിങ്ങിൻ്റെ ഫിഗർ. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അതിൻ്റെ പേര് പാലാഷ്യോ ഡി ബെല്ലാസ് ആർട്സ് എന്നാണ്. സോ ഇതിന് യൂണിഫോം ആയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് സംഭവിച്ചതിനുള്ള ഒരു എക്സാമ്പിളാണ് ഈ ഒരു ബിൽഡിങ്. ഇനി മറ്റൊന്നത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്, അതായത് നമ്മൾ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും. ഏതാണിത്? യെസ്, ലീനിങ് ടവർ ഓഫ് പിസ, റൈറ്റ്. സോ ലീനിങ് ടവർ ഓഫ് പിസ എന്താ സംഭവിക്കുന്നു നോക്കൂ, അത് ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതായത് അതിനവിടെ സെറ്റിൽമെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുക ചെറിയ അളവിൽ. ഓക്കെ, ചെറിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ വളരെ ചെറിയ വാല്യൂ കിട്ടുന്ന ആ രീതിയിൽ അത്രയും ചെറിയ അളവിൽ ഇത് സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ടവർ നൗ ലീൻസ് 3.99 degrees. 3.99 ഡിഗ്രീസിലാണ് ഇതിൻ്റെ ലീനിങ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് വളരെ സോഫ്റ്റ് സിൽട്ടി സോയിലായിരുന്നു ഇതിൻ്റെ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. സോ ഇതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട്. അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരുപാട് പ്രത്യേക
പ്രത്യേകതകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അതുപോലത്തെ അവിടുത്തെ സോയിൽ പ്രൊഫൈൽ എങ്ങനെയായിരുന്നു അവിടുത്തെ സോയിൽ പ്രൊഫൈലെന്നും, അതുപോലെ എന്താണ് ഇങ്ങനെ ലീൻ ചെയ്യാനുള്ള കാരണങ്ങൾ ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് ആൾക്കാർ റിസർച്ച് നടത്തിയിട്ട് ലാസ്റ്റ് വാട്ടർ ടേബിളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എല്ലാവരും അത് സ്വയം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് കാരണമാണ് നമ്മളുടെ അതായത് ഈ ഒരു ലീനിങ് ടവർ ഓഫ് പിസയുടെ ജിയോ ടെക്നിക്കൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ക്ലാസ് സിലബസിൽ കവർ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എന്നാൽ പോലും എല്ലാവർക്കും അത് സ്വയം ഗൂഗിൾ ചെയ്തിട്ടൊക്കെ പഠിക്കാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സാണ് അതൊക്കെ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് കോസസ് ഓഫ് ഫൗണ്ടേഷൻ സെറ്റിൽമെൻറ്റ്. ഇനി ഫൗണ്ടേഷൻ സെറ്റിൽമെൻറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാരണം ഇലാസ്റ്റിക് കംപ്രഷൻ, അതായത് ഫൗണ്ടേഷൻ്റെയും അണ്ടർലൈൻ സോയിലിൻ്റെയും ഇലാസ്റ്റിക് കംപ്രഷൻ വരാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കംപ്രഷൻ വരാം. അങ്ങനെയൊക്കെ നമ്മളും ഇവിടെ സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഇനി ഗ്രൗണ്ട് വാട്ടർ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യുന്നു, ലോവർ ചെയ്യുന്നു. പെട്ടെന്ന് അതങ്ങ് ലോവർ ചെയ്ത് പോയാൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവാം. ഇനി അതല്ലെങ്കിൽ അതിൻ്റെ നമ്മളിപ്പം ആ ഒരു ഫൗണ്ടേഷൻ്റെ വിസിനിറ്റിയിൽ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു പൈലിങ്ങിൽ അതിൻ്റെ തന്നെ ആവശ്യത്തിന് വല്ല പൈൽ ഡ്രൈവിങ്ങോ വേറെ എന്തെങ്കിലും ബ്ലാസ്റ്റിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓസിലേറ്റിംഗ് മെഷീനറി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രാനുലാർ സോയിലാണെങ്കിൽ ഈ വിസിനിറ്റിയിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈബ്രേഷൻസ് പാസ് ചെയ്യുമല്ലോ, ആ രീതിയിൽ വൈബ്രേഷൻസ് പാസ് ചെയ്താൽ പോലും സെറ്റിൽമെൻറ്റിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി എക്സ്പാൻസീവ് ക്ലേസ് ആണ് സോയിൽ എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ സ്വെല്ലിംഗ് ഉണ്ടാവാം, സ്ട്രിങ്കേജ് ഉണ്ടാവും. അതിനനുസരിച്ചൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. പിന്നെ അതും അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സർഫസ് ഇറോഷൻ അല്ലേ, മണ്ണ് ഒലിച്ചു പോകുന്നത്, ലാൻഡ് സ്ലൈഡുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിലും സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. ഇനി അതുമല്ലാതെ തന്നെ മിസ്ലേനിയസ് സോഴ്സസിലായിട്ടുള്ള അഡ്ജസ്റ്റൻ്റ് എവിടെയെങ്കിലും ഒക്കെ ഒരു എക്സ്കവേഷൻ നടത്തുന്നു, ആ സമയത്തും അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. മൈനിങ് സബ്സിഡൻസ്, അണ്ടർഗ്രൗണ്ട് ഇറോഷൻ, ഈ വക മിസ്ലേനിയസ് സോഴ്സസ് കൊണ്ടെല്ലാം എന്താണ് നമ്മളൊരു പെർട്ടിക്കുലർ ഫൗണ്ടേഷൻ എടുത്താൽ അതിൻ്റെ സെറ്റിൽമെൻറ്റിന് കാരണങ്ങളാവുന്നതാണ് ഇതെല്ലാം. ഒരു പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ നോക്കൂ. ഫസ്റ്റ് കാണിച്ച ഫിഗറിൽ ഇനീഷ്യൽ സെറ്റിൽമെൻറ്റ്, അതായത് ചെറിയ തോതിൽ കൺസ്ട്രക്ഷൻ നടന്ന കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റാണ് ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ആരോ ശ്രദ്ധിക്കുക, ഒരു ചെറിയൊരു ആരോ ആണ്. അതേസമയം രണ്ടാമത്തെ നമുക്ക് കണ്ടിന്യൂസ് സെറ്റിൽമെൻറ്റ്, അത് സെറ്റിൽമെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതാണ് കുറച്ചുകൂടി വലിയ ആരോ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ഫിഗറിൽ. അപ്പം അതെന്ന് പറഞ്ഞത് സെറ്റിൽമെൻറ്റ് ഉണ്ടായി, അത് വീണ്ടും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ, അതായത് വാട്ടറിൻ്റെ എക്സ്പെൽഷൻ കാരണമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ചെറിയ രീതിയിലാണ്. അതായത് ഇങ്ങനെ കാണാവുന്ന അത്രയും രീതിയിൽ ഇതുണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ എന്നാലും അത് സെറ്റിൽമെൻറ്റ് സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിഫോം സെറ്റിൽമെൻറ്റ് ആകുമ്പോൾ നോക്കൂ, തേർഡ് ഫിഗറിൽ രണ്ടിടത്തും ആരോ ഉണ്ട്, ഒരേപോലെയാണ്. അതായത് നമുക്കത് അത്ര തന്നെ മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം എല്ലാ ഭാഗവും ഒരേപോലെ സെറ്റിൽ ചെയ്യുന്നതാണ് യൂണിഫോം സെറ്റിൽമെൻറ്റ്. ഇനി ഫോർത്ത് ഫിഗറിലേക്ക് നോക്കുക, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ആണ്. ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിൻ്റെ ഫിഗറിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്, രണ്ട് ആരോ ഉണ്ട്, പക്ഷേ രണ്ടും രണ്ട് എക്സ്റ്റെൻറ്റിലാണ് അല്ലേ. ഫസ്റ്റത്തെ ആരോ കുറച്ച് ചെറുതും രണ്ടാമത്തെ ആരോ കുറച്ച് വലിയതും, അതായത് ഡിഫറെൻറ്റ് എമൗണ്ടിലാണ് ഡിഫറെൻറ്റ് പാർട്സും സെറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. ആ ഫിഗറിൽ നോക്കൂ, അവിടെ ക്രാക്സ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. യൂണിഫോം സെറ്റിൽമെൻറ്റിൽ ക്രാക്സ് ഫോം ചെയ്യണമെന്നില്ല, പക്ഷേ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിൽ ക്രാക്സ് എല്ലാം ഫോം ചെയ്യും. ഇനി ടോട്ടൽ സെറ്റിൽമെൻറ്റ് എസ് എന്ന് പറയുന്നത് SI പ്ലസ് SC പ്ലസ് SS, ഈ 3 സെറ്റിൽമെൻറ്റുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ്. 3 സെറ്റിൽമെൻറ്റും കൂടി ചേർന്നിട്ട് ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ടോട്ടൽ സെറ്റിൽമെൻറ്റ് എസ് കിട്ടുന്നത്. ഇനി ഓരോന്നും നോക്കാം. എന്താണ് SI? SI എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ഇലാസ്റ്റിക് സെറ്റിൽമെൻ്റ് ആണ് SI. ദെൻ SC എന്ന് പറയുന്നത് പ്രൈമറി കൺസോളിഡേഷൻ സെറ്റിൽമെൻ്റ് ആണ്. അതേപോലെ SS എന്ന് പറയുന്നത് സെക്കൻഡറി കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റ്. ഈ ഒരു 3 സെറ്റിൽമെൻറ്റിൻ്റെയും കൂടെ അൽജിബ്രിക് സമ്മാണ് നമ്മൾ ടോട്ടൽ സെറ്റിൽമെൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ ഒരു ആദ്യത്തെ ദിവസങ്ങളിൽ, അതായത് ഒരു 7 days ഡ്യൂറേഷനിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന സോയിലിനുണ്ടാവുന്ന ഒരു സെറ്റിൽമെൻറ്റ്, സോയിലിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന ആ ഒരു സെറ്റിൽമെൻറ്റാണ് ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇക്വേഷൻ SI = QB × 1 - μ² / E × IF എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി അത് കൊഹസീവ് സോയിലാകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കൂ. അത് ട്രൂലി ഇലാസ്റ്റിക് അല്ല. കൊഹസീവ് സോയിലിൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഇലാസ്റ്റിക് ആയിട്ടായിരിക്കില്ല. അതുകൊണ്ട് ബട്ട് എന്താണ്, ഇലാസ്റ്റിക് തിയറി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റിൽമെൻറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന കൺസോളിഡേഷൻ സെറ്റിൽമെൻറ്റിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോളാണ് ഈ ഒരു ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കൊഹഷൻലെസ് സോയിലിലേക്ക് വരുമ്പോൾ അത് പ്യൂർലി ഇലാസ്റ്റിക് തന്നെ ആയിരിക്കും. ഈ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് ഇലാസ്റ്റിക് ആയിട്ട് തന്നെയാണ് അത് ഉണ്ടാകുന്നത്. അത് പക്ഷേ സെമി എംപിരിക്കൽ അപ്രോച്ചോ അല്ലെങ്കിൽ ഫീൽഡ് ടെസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് കൊഹഷൻലെസ് സോയിൽ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇക്വേഷനിലുള്ള ഒരു ടേംസ് എന്താണെന്ന് നോക്കൂ. Q നെറ്റ് ഫൗണ്ടേഷൻ പ്രഷറാണ്. B എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ്റെ എന്താണ് ലാറ്ററൽ ഡൈമെൻഷൻ, ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ, അത് സ്ക്വയർ ആവട്ടെ റെക്റ്റാങ്കിൾ എന്തോ ആവട്ടെ അവിടുത്തെ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷനാണ് Bക്ക് കൊടുക്കുന്നത്.
മ്യൂ എന്ന് പറയുന്നത് പോയിസൺസ് റേഷ്യോ ആണ്. അതുപോലെ ഇ യങ്സ് മോഡൽസ് ഓഫ് സോയിൽ. ആൻഡ് IF എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ്റെ ഷേപ്പിനൊക്കെ ബന്ധിപ്പിച്ചിട്ടുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസ് ഫാക്ടറിനെ ടെസാഗി അതിനൊരു ടാബുലർ കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. L/B റേഷ്യോ നമ്മൾ എടുക്കുന്ന ഫൗണ്ടേഷൻ്റെ L/B റേഷ്യോ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോന്നിനും ഇൻഫ്ലുവൻസ് വാല്യൂ ഡിഫറെൻ്റ് ആണ് IFൻ്റെ വാല്യൂ. സോ ഈ ടാബിൾ യൂസ് ചെയ്ത് നമുക്ക് വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് വരുന്നത് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്. അത് SC എന്ന് നമ്മൾ ടോട്ടൽ സെറ്റിൽമെൻറ്റിലെ സെക്കൻഡ് ടേമാണ് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്, ഒരു പ്രൈമറി കംപ്രഷൻ എന്ന് പറയുന്നത്. ഇത് ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ സംഭവിക്കുന്നതാണ് ഈ ഒരു സെറ്റിൽമെൻറ്റ്. ഒരു 1 to 5 അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ ഡ്യൂറേഷനിൽ ഉണ്ടാവുന്ന സെറ്റിൽമെൻറ്റാണ് കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അത് സംഭവിക്കുന്നത് മെയിൻലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഇനോർഗാനിക് ഫൈൻ ഗ്രെയിൻ സോയിലാണ് പ്രൈമറി കൺസോൾട്ടേഷൻ സംഭവിക്കുന്നത് മെയിനായിട്ട്. അതിൻ്റെ കോസ് എന്ന് പറയുന്നത് അവിടുത്തെ സാച്ചുറേറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അവിടുത്തെ പോസിൽ നിന്നുള്ള വാട്ടറിൻ്റെ എക്സ്പെൽഷൻ കാരണമാണ് ആ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റിൽമെൻറ്റ് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡറി സെറ്റിൽമെൻറ്റ് ഓർ സെക്കൻഡറി കംപ്രഷൻ എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ സെറ്റിൽമെൻറ്റിൻ്റെ തേർഡ് ടേം, അത് സോയിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് സ്ട്രെസ് കാരണം ഈ സോയിലിന് സംഭവിക്കുന്ന ഒരു കൺസോൾട്ടേഷനാണ് സെക്കൻഡറി സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഓർഗാനിക്കിലാണ്. പ്രൈമറി എവിടെയായിരുന്നു, ഇനോർഗാനിക് സാച്ചുറേറ്റഡ് ഫൈൻ ഗ്രെയിൻ സോയിലായിരുന്നു. അതേസമയം സെക്കൻഡറി വരുന്നത് ഓർഗാനിക് ഫൈൻ ഗ്രെയിൻ സോയിലായിരിക്കും. അതുപോലെ തന്നെ ഇത് ലൈഫ് സ്പാൻ ഓഫ് ദ ഫൗണ്ടേഷൻ, ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാനിൽ ഈ ഒരു സെറ്റിൽമെൻറ്റ് സംഭവിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ടോട്ടൽ സെറ്റിൽമെൻറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കൊഹസീവ് സോയിലും കോഷൻലെസ് സോയിലും എങ്ങനെയാണെന്ന് നോക്കൂ. കൊഹസീവ് സോയിലിൽ സെറ്റിൽമെൻറ്റ് ആൻഡ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് കർവ് ആയിട്ടാണ്. അതേസമയം കോഷൻലെസ് സോയിലിൽ സെറ്റിൽമെൻറ്റ് ടൈം ഗ്രാഫ് വരുന്നത് ഒരു ലീനിയർ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇനി കൊഹസീവ് സോയിലിൻ്റെ ഗ്രാഫിലേക്ക് നോക്കുക. ആദ്യത്തെ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ സംഭവിച്ചത് SI എന്നുള്ളതാണ്. അത് SI എന്ന സെറ്റിൽമെൻറ്റിൻ്റെ ടൈം ഡ്യൂറേഷൻ നോക്കൂ, വളരെ കുറഞ്ഞ ടൈം ഡ്യൂറേഷനിലാണ് വരുന്നത്. അത്രയും ടൈം, അതായത് കൺസ്ട്രക്ഷൻ നടന്ന് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ വരുന്ന സെറ്റിൽമെൻറ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നു. പിന്നീട് അങ്ങോട്ട് കർവായി വരുന്ന കുറച്ച് T100 എന്ന് പറയുന്ന ആ ഒരു ടൈം വരെ വരുന്നത് കുറച്ച് സ്ലോ ആയിട്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്നതാണ് SC, അതായത് പ്രൈമറി കൺസോളിഡേഷൻ. അതും കഴിഞ്ഞിട്ട് പിന്നെ ത്രൂ ഔട്ട് ദ ലൈഫിൽ വരുന്നത് SS ആണ്, അതായത് സെക്കൻഡറി സെറ്റിൽമെൻ്റ് ആണ് വരുന്നത്. ഇനി എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സാണ് നമ്മുടെ ഈ ഹാംഫുൾ സെറ്റിൽമെൻറ്റ്, അതായത് ചെറിയ രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് എന്തായാലും ഉണ്ടാവും, പക്ഷേ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ സ്ട്രക്ചറിന് ഫെയിലിയർ സംഭവിക്കാൻ ചാൻസ് ഉള്ള സെറ്റിൽമെൻറ്റിനെ ഇല്ലാതാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സോഫ്റ്റ് സോയിലാണ് മെയിനായിട്ടും ഈ ഒരു ഇതൊക്കെ വരുന്നത്, സെറ്റിൽമെൻ്റ് ഒക്കെ വരിക അല്ലേ. സോ സോഫ്റ്റ് സോയിൽ സ്ട്രാറ്റയാണ് നമ്മൾ എടുക്കുന്ന സൈറ്റിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റിമൂവ് ചെയ്യാം. പക്ഷെ നോക്കണം, അത് എക്കണോമിക്കൽ ആസ്പെക്ട്സും കൂടെ നോക്കണം. കംപ്ലീറ്റ് സോയിലും അതാണെങ്കിൽ എല്ലാം റിമൂവ് ചെയ്ത് മറ്റൊരു സോയിൽ റീപ്ലേസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ എക്കണോമിക്കൽ ആസ്പെക്റ്റും കൂടെ നോക്കണം. ആ രീതിയിൽ പറ്റുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സോഫ്റ്റ് സോയിലൊക്കെ ചെറിയ ഡെപ്തിലൊക്കെ ഉള്ളൂന്നെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. മറ്റൊന്ന് എന്ത് ചെയ്യാം, പ്രോപ്പർ ആ സൈറ്റിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള പൈൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാം അല്ലേ. പൈൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു റോക്ക് അല്ലെങ്കിൽ ഒരുപാട് ഡെപ്തിലാണ് റോക്കെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാർഡ് സ്ട്രാറ്റയിലേക്ക് എത്തുന്ന രീതിയിൽ പൈൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ സൂപ്പർ സ്ട്രക്ചറിൽ ലോഡെല്ലാം കൂടെ നേരെ ഹാർഡ് സ്ട്രാറ്റയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ അവിടെ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ചാൻസ് ഇല്ല. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊന്ന്, ഈ ഫൂട്ടിങ്ങിൻ്റെ ലാറ്ററൽ സോയിൽ എക്സ്പെൽഷൻ സംഭവിക്കുമ്പോൾ ഇതിന് ടിൽറ്റിങ് സംഭവിക്കുമല്ലോ അല്ലേ. ഫൗണ്ടേഷൻ്റെ സൈഡിലൊക്കെ ഉള്ള സോയിൽ ഇളകി പോയാൽ എന്ത് ചെയ്യുന്നു, അവിടെ സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. സോ അവിടെ എന്തെങ്കിലും റെസ്ട്രെയിൻ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുക, ലാറ്ററലി എന്തെങ്കിലും റെസ്ട്രെയിൻസ് എല്ലാം കൊടുക്കാം. പിന്നെ കൊഹസീവ് സോയിലാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തുക. അതായത് എന്താണ്, അതിൻ്റെ ഒരു ലാറ്ററൽ എക്സ്പാൻഷൻ ഓഫ് സോയിൽ മാസിൻ്റെയൊക്കെ ടൈം അതൊക്കെ അവോയ്ഡ് ചെയ്യാനും അതുപോലെ പോർ വാട്ടറിനെ എക്സ്പെൽ ചെയ്യാനുള്ള സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മെല്ലെ ആ ഒരു സ്ലോ ആയിട്ട് അവിടെ കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ സെറ്റിൽമെൻറ്റ് ഇല്ലാതാക്കാൻ പറ്റും. മറ്റൊന്നത് കോണ്ടാക്ട് പ്രഷർ മാക്സിമം കുറക്കാൻ നോക്കുക, സോയിലുള്ള കോണ്ടാക്ട് പ്രഷർ റെഡ്യൂസ് ചെയ്യിക്കുക. പിന്നെ അതെന്താണ്, മറ്റൊന്നാണ് പ്രീ കൺസോൾട്ടേഷൻ. അതായത് കൺസോൾട്ടേഷൻ എന്ന പ്രോസസ്സ് കൊണ്ടാണല്ലോ സെക്കൻഡറി കൺസോൾട്ടേഷൻ ഇപ്പോൾ പ്രൈമറി കൺസോൾട്ടേഷനൊക്കെ സെറ്റിൽമെൻറ്റ് വരുന്നത്. സോ ഇനി പ്രീ കൺസോൾട്ടേഷൻ ചെയ്യുക, അതായത് നമ്മൾ എടുക്കുന്ന സൈറ്റിൽ അവിടെ എത്രത്തോളം ലോഡാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചറിൽ നിന്നും എത്രത്തോളം ലോഡാണ് അതിലേക്ക് വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള എസ്റ്റിമേറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ഒരു പ്രീ കൺസോൾട്ടേഷൻ ആദ്യമേ അവിടെ കൊടുക്കുക. സോ എന്തായി, സോയിലിന് നമ്മൾ എന്ത് ചെയ്തു, പ്രീ കൺസോൾട്ടേഷൻ കൊടുത്ത് സോയിലിനെ നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെക്കുക. സോ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷം കൺസോൾട്ടേഷൻ സംഭവിക്കുന്നതിനേക്കാളും നല്ലത് മുന്നേ അതിൻ്റെ കൺസോൾട്ടേഷൻ എല്ലാം തീർന്നു കഴിഞ്ഞാൽ
പിന്നെ ഫർദർ അതിന് സെറ്റിൽമെൻറ്റ് ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ സെറ്റിൽമെൻറ്റിലേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കുറക്കാൻ പറ്റും. സോ പ്രീ കൺസോൾട്ടേഷൻ മറ്റൊരു മെത്തേഡാണ്. അതല്ലാതെ എന്തെങ്കിലും സോയിൽ സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യാം. സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് വൺ ഓഫ് ദ മെത്തേഡാണ് സോയിൽ സ്റ്റെബിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മെത്തേഡാണ് നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാനുള്ളത്. സോ അതൊക്കെ എന്താണ്, നമ്മുടെ സെറ്റിൽമെൻറ്റ് കുറക്കാനുള്ള ചില റെമഡിയൽ മെഷേഴ്സാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. സെറ്റിൽമെൻറ്റ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സോ കോഹസീവ് സോയിൽസും കോഷൻലെസ് സോയിൽസുള്ള അതിൻ്റെ ഓരോരോ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കോസസ് എന്തൊക്കെയാണ്, റെമഡിയൽ മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഇനി സോയിൽ സ്റ്റെബിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ടോപ്പിക് നെക്സ്റ്റ് വീഡിയോ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.